മലയാള സാഹിത്യ നിരൂപണത്തിൽ നിരാനന്ദതയുടെ ചിരി എന്ന് പ്രയോഗിച്ചത് പ്രശസ്ത സാഹിത്യ നിരൂപകൻ കെ.പി. അപ്പനായിരുന്നു. അപ്പൻ സാറിൻ്റെ ആ പ്രയോഗം എം ഡിയുടെ പല കഥാപാത്രങ്ങൾക്കും ഇണചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിരാനന്ദത അനുഭവിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സാഹിത്യ ലോകത്ത് കൊട്ടിയാടാൻ അല്ലെങ്കിൽ കെട്ടിയാടാൻ വിധിക്കപ്പെട്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. ഇത്തരം കഥാപാത്രങ്ങൾ അന്തഃസംഘർഷങ്ങളായിരുന്നു എം ഡി സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ലാവണ്യം എന്നുകൂടി നമ്മൾ പറഞ്ഞു വയ്ക്കും. ഒരുപക്ഷേ ഇന്ന് അദ്ദേഹം യാത്ര പറഞ്ഞൊഴിയുമ്പോൾ മരണം രംഗബോധമില്ലാതെ കടന്നു വരുന്നു എന്നീ 91-ാം വയസ്സിൽ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്ന സാഹിത്യ കൃതികൾ എത്ര ആണ്ടുകൾ നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായ തകഴിയെപ്പോലെ, ബഷീറിനെ പോലെ, എസ് കെ പൊറ്റക്കാടിനെ പോലെ ഈ എഴുത്തുകാരൻ ജനമനസ്സുകളിൽ എത്രയോ പതിറ്റാണ്ടുകൾ നിറഞ്ഞു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര വലിയ കഥാപാത്രങ്ങളെയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന് പിടിച്ചടക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ പകർന്നത്. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സ്മൃതി പഥത്തിൽ എല്ലാ സ്മൃതികളും അവസാനിപ്പിച്ച് ഓർമ്മയിലേക്ക് അദ്ദേഹം മറയുമ്പോൾ എം ടി എന്ന എഴുത്തുകാരൻ ബാക്കിയാകും. എസ്കെൻ, നിരാനന്ദത എന്നൊരു വാക്ക് എന്തൊരു വാക്കാണ് എസ്കെൻ. ആ വാക്ക് ഹിന്ദി കഥാപാത്രങ്ങൾ നിരാനന്ദത, ആ കഥാപാത്രങ്ങളുടെ അത് സേതുവിൻ്റെയോ അപ്പുണ്ണിയുടെയോ ഭീമൻ്റെയോ മാത്രം നിരാനന്ദതയായിരുന്നില്ല, അതൊരു കാലത്തിൻ്റെ നിരാനന്ദതയായിരുന്നു എസ്കെൻ. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ഒരു ചരിത്ര പുസ്തകത്തിൽ എന്ന വണ്ണം ഒരു കാലത്തിൻ്റെ വീട്ടകങ്ങളുടെ ഒരു മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ മരുമക്കത്തായ ഇടിവിൻ്റെ ഫ്യൂഡൽ തകർച്ചയുടെയൊക്കെ ആ കാലത്തെ വല്ലാത്തൊരു അനാർക്കിയും നിരാനന്ദതയും ആ കഥാപാത്രങ്ങളിൽ വന്നു. കാലത്തിൻ്റെ നിരാനന്ദത